നമുക്കറിയാം 2 റക്അത്തിലധികമുള്ള നമസ്കാരത്തിൽ ഒന്നാമത്തെ തശഹുദുമുണ്ട്, രണ്ടാമത്തതുമുണ്ട്. എന്നാൽ 2 റക്അത്ത് മാത്രമുള്ള നമസ്കാരമാണെങ്കിൽ അതിൽ ഒറ്റ തശഹുദാണുള്ളത്. അത് അവസാനത്തെ സലാം വീട്ടുമ്പോഴുള്ള തശഹുദാണ്. ഈ തശഹുദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ചില ദിക്റുകളുണ്ട്, ചില ദുആകളുണ്ട്. അത് ആദ്യത്തേതിലും രണ്ടാമത്തതിലും സമാനമാണ്. എന്നാൽ രണ്ടാമത്തതിൽ അല്പം കൂടി ദുആകൾ അധികരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തുടക്കത്തിലെ ഒന്നാമത്തെ തശഹുദിൽ ആദ്യം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തായിരുന്നു പറഞ്ഞിരുന്നത് എന്ന് നോക്കാം. അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ കാണാം, ചെറിയ വ്യത്യാസത്തോടു കൂടി. എന്നാൽ എല്ലാം ഒരേ ആശയത്തിൽ ചെന്ന് ചേരുന്നതാണ്. നമുക്ക് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്ന ഇദാ സ്വല്ലൈനാ മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽന, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, തശഹുദിൽ അല്ലെങ്കിൽ അത്തഹിയാത്തിൽ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, അസ്സലാമു അലല്ലാഹ്, അള്ളാഹുവിന് സലാം പറയാറുണ്ടായിരുന്നു. അഥവാ അസ്സലാമു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ സമാധാനമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. ഖബ്ല ഇബാദിഹി, അള്ളാഹുവിൻ്റെ അടിമകളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നത് അസ്സലാമു അലല്ലാഹ് എന്നാണ്, അള്ളാഹുവിന് സമാധാനമുണ്ടാകട്ടെ. പിന്നെ ഞങ്ങൾ പറയും അസ്സലാമു അലാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സമാധാനമുണ്ടാകട്ടെ. അസ്സലാമു അലാ മീകായിൽ, മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സമാധാനമുണ്ടാകട്ടെ. അസ്സലാമു അലാ ഫുലാനിൻ വ ഫുലാൻ, ഇന്ന ആളുകൾക്കൊക്കെ സലാം ഉണ്ടാകട്ടെ. അങ്ങനെ അള്ളാഹുവിനെ പറയും, പിന്നെ ജിബ്രീൽ മലക്കുകളെ പറയും, പിന്നെ പല ആളുകളുടെയും പേരെടുത്ത് പറഞ്ഞ് സലാം പറയുന്ന രീതി ഞങ്ങൾ ചെയ്തിരുന്നു. ഫലമ്മ ഇൻസറഫ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബല അലൈനാ ബിവജ്ഹി, അങ്ങനെ ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫഖാല ഇന്നല്ലാഹ ഹുവസ്സലാം, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അസ്സലാം. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ ഒരിക്കലും ലാ തഖൂലു അസ്സലാമു അലല്ലാഹ്, അള്ളാഹുവിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയാൻ പാടില്ല. കാരണം സമാധാനം തരുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ മേലെ മറ്റൊരു റബ്ബില്ല. അള്ളാഹുവിൻ്റെ മേലെ മറ്റൊരു റബ്ബുണ്ടെങ്കിലേ അള്ളാഹുവിന് സമാധാനം നൽകുന്ന ഒരാളുണ്ടാവാൻ പാടുള്ളൂ. എന്നാൽ ഇന്നല്ലാഹ ഹുവസ്സലാം, അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് അസ്സലാം, അത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്. സമാധാനവും സംരക്ഷണവും നൽകുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷണം നൽകുന്നവൻ എന്നാണ് ആ ഇസ്മിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവാണ് അസ്സലാം. ഒരിക്കലും അസ്സലാമു അലല്ലാഹ് എന്ന് പറയാൻ പാടില്ല. ബാക്കി എല്ലാ സൃഷ്ടികളുടെ പേരിലും പറയാവുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇദാ ജലസ അഹദുക്കും ഫിസ്സലാത്ത്, നിങ്ങൾ നമസ്കാരത്തിലിരുന്നാൽ അഥവാ തശഹുദിൽ ഇരുന്നാൽ ഫലിയഖുൽ, നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഈ നിലക്ക് സലാം പറയണം അടിമകളുടെ മേൽ എന്ന ഒരു പൊതുധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നു. അപ്പോൾ ആ പൊതുധാരണ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വഹാബികൾ എന്നാൽ പിന്നെ അസ്സലാമു അലല്ലാഹ്, അസ്സലാമു അലാ ജിബ്രീൽ, അസ്സലാമു അലാ മീകായിൽ, അസ്സലാമു അലാ ഫുലാൻ വ ഫുലാൻ എന്നിങ്ങനെ അവർ പറഞ്ഞത്. അപ്പോൾ അത് സലാം പറയുന്ന ഒരു രംഗമാണ്, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വേദിയാണ് എന്നവർ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ആ വിഷയത്തിലുള്ള കൃത്യമായ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നില്ല. എന്നാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. അത്തഹിയ്യാതു ലില്ലാഹ്, അത്തഹിയ്യാതു ലില്ലാഹ് വസ്സലവാതു വത്തയ്യിബാതു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സുമ്മ യതഖയ്യറു ബഅദു മിനൽ കലാമി മാ ശാ. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ അത്തഹിയാത്തിലിരുന്നാൽ ഒന്നാമത്തെ തശഹുദിൽ പറയേണ്ടത് അത്തഹിയ്യാതു ലില്ലാഹ്. തഹിയ്യത്തിൻ്റെ ജംആണ് തഹിയ്യാത്ത്. എന്താണ് തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ? ഹയ്യ എന്നൊക്കെ പറഞ്ഞാൽ ഹയാത്തുമായി അതിന് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അഭിവാദ്യം, ഒരാൾക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന ആശീർവാദത്തിനാണ് യഥാർത്ഥത്തിൽ സല്യൂട്ടേഷൻ അല്ലെങ്കിൽ അഭിവാദ്യം എന്ന് പറയുന്നത്. തഹിയ്യത്ത് എന്ന് പറയുന്നതൊക്കെ നന്മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതിനാണ് യഥാർത്ഥത്തിൽ തഹിയ്യത്ത് എന്ന് പറയുന്നത്. അതിൽ ജീവിതമുണ്ട്, ജീവിതത്തിലെ തന്നെ സംരക്ഷണമുണ്ട്, സുരക്ഷിതത്വമുണ്ട്, അഭിവൃദ്ധിയുണ്ട്, എല്ലാമുണ്ട്. അത്തഹിയ്യ എന്ന് പറഞ്ഞാൽ അതാണ്. വൈദാ ഹുയ്യീതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ, നിങ്ങൾക്കാരെങ്കിലും ഒരു അഭിവാദ്യം പറഞ്ഞാൽ അതിനേക്കാൾ നല്ലതുകൊണ്ട് പ്രത്യഭിവാദ്യം ചെയ്യണമെന്നാണ്.
മുസ്ലിമീങ്ങളുടെ അഭിവാദ്യം അസ്സലാമു അലൈക്കും എന്നാണ്, അസ്സലാമു അലൈക്കും. അപ്പോൾ വരാൻ പോകുന്ന ആ തഹിയ്യത്തിനെ കുറിച്ച് അസ്സലാമു അലൻ നബി അല്ലെങ്കിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന ആ ഒരു സലാമിലേക്കുള്ള സൂചന കൂടി ഇതിലുണ്ട്. അതാണ് അത്തഹിയ്യ. അതേപോലെ തന്നെ അതിന് അൽ ബഖാ, എന്നെന്നും നിലനിൽക്കുന്നത് എന്ന അർത്ഥമുണ്ട്. ആരോഗ്യത്തോടുകൂടി, ആയുരാരോഗ്യത്തോടുകൂടി, നന്മയോടുകൂടി എന്നെന്നും നിലനിൽക്കുന്ന ബഖാ, എന്നെന്നും അവശേഷിക്കുന്നത് എന്ന അർത്ഥമുണ്ട്. അതേപോലെ തന്നെ വഖീല അൽ അളമ, മഹത്വമേറിയത് എന്നർത്ഥമുണ്ട്. അതേപോലെ തന്നെ അൽ മുൽക്ക്, ആധിപത്യം എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ആധിപത്യം എന്നർത്ഥമുണ്ട്, അതേപോലെ തന്നെ അളമത്ത്, മഹത്വമേറിയത് എന്നർത്ഥമുണ്ട്, എന്നെന്നും അവശേഷിക്കുന്നത് എന്നർത്ഥമുണ്ട്, ഏറ്റവും നല്ല അഭിവാദ്യം എന്ന അർത്ഥവുമുണ്ട്. അപ്പോൾ ഇവിടെ അത്തഹിയ്യാത്തു ലില്ലാഹി, എല്ലാ തഹിയ്യാത്തുകളും അള്ളാഹുവിനാണ് എന്ന് പറയുമ്പോൾ എല്ലാ നല്ല അഭിവാദ്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ടാണ് സലാമിനെ കുറിച്ച് പോലും പറഞ്ഞത് തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകത്തൻ ത്വയ്യിബ, ത്വയ്യിബായ മുബാറക്കായ തഹിയ്യത്ത്. അപ്പോൾ സലാമിനുള്ള തഹിയ്യത്തിൻ്റെ സിഫാത്തുകൾ കൂടിയാണ്, അതിൻ്റെ വിശേഷണങ്ങൾ കൂടിയാണ് മുബാറക്കത്തും ത്വയ്യിബത്തും. അതും അത്തഹിയ്യാത്തിൽ വരുന്നുണ്ട്, ആ ലഫ്ളുകൾ വരുന്നുണ്ട്. അപ്പോൾ അനുഗ്രഹീതമായ നന്മ നിറഞ്ഞ തഹിയ്യത്ത് അള്ളാഹുവിൽ നിന്നാണ്. അപ്പോൾ അത്തഹിയ്യാത്തു ലില്ലാഹ് എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കുക, അതിൻ്റെ അർത്ഥങ്ങളുടെ വ്യാപ്തി മനസ്സിലേക്ക് വരണം. നമ്മളിത് ദുആ ചെയ്യുമ്പോൾ എല്ലാ നല്ല അഭിവാദ്യ വാക്കുകളും, ആ വാക്കുകൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയാണ്, ആ പ്രാർത്ഥനക്കുള്ള ഉത്തരങ്ങളും എല്ലാം ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. അതുപോലെ തന്നെ അളമത്ത് എന്ന അർത്ഥം അതിനുണ്ട്. എല്ലാ മഹത്വവും ഔന്നിത്യവും അള്ളാഹുവിനാകുന്നു, അത്തഹിയ്യാത്തു ലില്ലാഹ്. അതേപോലെ തന്നെ മുൽക്ക് എന്നർത്ഥമുണ്ട്. എല്ലാ ആധിപത്യവും അള്ളാഹുവിനാണ്, സൃഷ്ടികൾക്ക് ഉടമസ്ഥതയും അതേപോലെ തന്നെ രാജാധികാരവും നൽകുന്നത് അള്ളാഹുവാണ്. അതേപോലെ തന്നെ അതിന് അൽ ബഖാ എന്നർത്ഥമുണ്ട്, എന്നെന്നും നിലനിൽക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് എന്നെന്നും ബഖാ ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തുടക്കവുമില്ല ഒടുക്കവുമില്ല. അത് സൃഷ്ടികളുടെ സിഫത്താണ്. തുടങ്ങുക അവസാനിക്കുക എന്നത് സൃഷ്ടികളുടെ സിഫത്താണ്. അള്ളാഹുവിന് അങ്ങനെ ഒന്നില്ല, അവിടെ തുടക്കവുമില്ല ഒടുക്കവുമില്ല. അതോടൊപ്പം ഏതൊരു സൃഷ്ടിക്കും നിർണിതമായ കാലയളവിൽ ആയുസ് നൽകുന്നതുമാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. നിങ്ങൾ ജീവജാലങ്ങളുടെ ആയുസ് എടുത്ത് നോക്കുക. ചില ജീവികൾക്ക് മിനിറ്റുകൾ മാത്രമേ ആയുസ്സുള്ളൂ എന്നാണ്. പെട്ടെന്ന് വരും, ഭൂമിക്കടിയിൽ നിന്ന് വരും, പെട്ടെന്ന് തന്നെ മരിച്ചു. മിനിറ്റുകളാണ് അവരുടെ ആയുസ്. ചിലതിന് ഒരു ദിവസം, ചിലതിനൊരു മാസം, ചിലതൊരു വർഷം. മനുഷ്യൻ്റെ ആയുസ് ഈ ഉമ്മത്തിന് നിശ്ചയിച്ചത് മുമ്പ് 1000ഓളം വർഷം ജീവിച്ചിരുന്നു, 1000 കൊല്ലം ഒരാൾ ജീവിച്ചിരുന്നു. ഇപ്പോൾ 100 വർഷം, അല്ലെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞത് അനുസരിച്ച് ശരാശരി 60 to 70 ആണ്. അതും കടന്നാൽ ഒരു 100 വരെ, പിന്നെയും അതിനേക്കാൾ വേണമെങ്കിൽ ഒരു 10 വർഷം കൂടി, അത്രയേ ഉള്ളൂ. എന്നാൽ ഈ ആയുസ്സിനെ അപേക്ഷിച്ച് പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ആയുസ്സിൻ്റെത് കൂടി. നമ്മൾ താമസിക്കുന്ന അതേ നാട്ടിലെ പർവ്വതം ഭൂമി സൃഷ്ടിച്ച അന്നു മുതൽ ചിലത് ഉള്ളതാണ്, ചിലത് പിന്നീട് വരുന്നതാണ്. എന്നാലും അതിൻ്റെയൊക്കെ ആയുസ് നമ്മളെക്കാൾ എത്രയോ കൂടുതലാണ്. സൂര്യൻ്റെ ആയുസ് എത്ര കാലമായി? അതേപോലെയുള്ള ഗ്രഹങ്ങൾ, നക്ഷത്രലോകങ്ങൾ. എന്നാൽ പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പഴയ നക്ഷത്രങ്ങൾ അസ്തമിച്ചു പോകുന്നുണ്ട്. അതൊക്കെ പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്രതിഭാസങ്ങളാണ്, എല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആയുസ്സിൽ വ്യത്യാസമുണ്ട്. എല്ലാറ്റിനും ബഖാ നൽകുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അപ്പോൾ നമ്മൾ അത്തഹിയ്യാത്തു ലില്ലാഹ് എന്ന് പറയുമ്പോൾ ഈ ആശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ അദ്കാറുകളുടെയും ദുആകളുടെയും അർത്ഥവ്യാപ്തി, അതിനെക്കുറിച്ച് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാൾ നമസ്കരിക്കുമ്പോൾ മറ്റു ചിന്തകളിലേക്ക് പോകാൻ സമയമില്ലാത്ത വിധം അർത്ഥവിശാരതയുള്ളതാണ് ഓരോ ലഫ്ളുകൾ പോലും. പിന്നെ എങ്ങനെയാണ് നമുക്ക് മറ്റു കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുക? ഇതന്നെ ചിന്തിക്കാൻ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് സാവകാശത്തിൽ ആലോചിച്ച് തന്നെ ചിന്തിച്ച് ദുആ ചെയ്ത് അപ്പോൾ സലാം വീട്ടി പിരിയുമ്പോൾ വല്ലാത്തൊരു സമാധാനമായിരിക്കും. പക്ഷേ ഈ അർത്ഥങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. ഈ അർത്ഥങ്ങളെല്ലാം, ഇതിന് ഓരോന്നിനും വേറെ വേറെ അർത്ഥമുണ്ട്. മഹാനായ ഇമാം അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഈ അർത്ഥങ്ങളെല്ലാം അതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു വാക്ക് വരുമ്പോൾ ഈ അർത്ഥങ്ങളെല്ലാം അതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയപ്പെട്ടതെല്ലാം ലില്ലാ, അള്ളാഹുവിനുള്ളതും അവൻ്റെ ഉടമസ്ഥതയിലുള്ളതും അവനിൽ നിന്നുള്ളതുമാകുന്നു. അത്തഹിയ്യാതു ലില്ലാഹ്. പിന്നീട് വസ്സലവാത്തു, സ്വലാത്ത്, സ്വലവാത്ത്, പ്രാർത്ഥനകൾ എന്നർത്ഥമുണ്ട്. 5 വക്ത് നമസ്കാരം എന്നർത്ഥമുണ്ട്. ഉലമാക്കൾ പറഞ്ഞു ഖീല അൽ മുറാദു അൽ ഖംസ്, അതുകൊണ്ടുള്ള ഉദ്ദേശം 5 വക്ത് നമസ്കാരമാണ്, നിർബന്ധ നമസ്കാരം. അതേപോലെ തന്നെ ചില ഉലമാക്കൾ പറഞ്ഞു ഔ മാ ഹുവ അഅമ്മു മിൻ ദാലിക മിനൽ ഫറായിദി വൻ നവാഫിലി, ഫർളായ നിസ്കാരവും സുന്നത്തായ നമസ്കാരങ്ങളും, അതാണ് സ്വലവാത്ത്. എല്ലാ നമസ്കാരങ്ങളും, രാത്രി നമസ്കാരം, സുന്നത്ത് നമസ്കാരം, പെരുന്നാൾ നമസ്കാരം, ഗ്രഹണ നമസ്കാരം, ഇങ്ങനെ ഒരുപാട് നമസ്കാരങ്ങളുണ്ടല്ലോ. ഈ നമസ്കാരങ്ങളാണ് ഉദ്ദേശം. വക്കീൽ ഇപ്രകാരവും പറഞ്ഞിട്ടുണ്ട് അൽ ഇബാദാത്തു കുല്ലുഹാ, എല്ലാ ഇബാദത്തും സ്വലാത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. എല്ലാ ഇബാദത്തുകളും
സ്വലാത്ത്. കാരണം സ്വലാത്ത് എന്നതിന് പ്രാർത്ഥന എന്നാണ് അർത്ഥമുള്ളത്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന ഇബാദത്താണ്. അപ്പോൾ എല്ലാ ഇബാദത്തുകളും ആർക്കാണ്? ലില്ലാഹ്. അതാണ് അസ്സലവാത്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് പറയുന്നത് ഇത് ഈ ദുആയിലുള്ളതാണ്. വത്വയ്യിബാത്തു, ത്വയ്യിബത്ത് എന്ന് പറഞ്ഞാൽ നല്ല കാര്യം. ത്വയ്യിബാത്ത് അതിൻ്റെ ബഹുവചനമാണ്. എല്ലാ നല്ല കാര്യങ്ങളും. എന്താണ് ആ എല്ലാ നല്ല കാര്യങ്ങളും? മാ ത്വാബ മിനൽ കലാം. ഉലമാക്കൾ പറയുന്നത് കലാമിൽ നിന്നും ഏറ്റവും നല്ലതായത്, നല്ല വാക്കുകളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അതേ സന്ദർഭത്തിൽ ചില ഉലമാക്കൾ പറഞ്ഞു വഖീല അൽ അഖ്വാലു സ്വാലിഹ കദ്ദുആഇ വസ്സനാ, പ്രാർത്ഥനയും അള്ളാഹുവിനുള്ള ഹംദുകൾ, സ്തുതികീർത്തനങ്ങൾ. വഖീല, ഇങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്, അൽ അഅമാലു സ്വാലിഹ, എല്ലാ സൽപ്രവർത്തനങ്ങളും. വഹുവ അഅമ്മു, അതാണ് ഏറ്റവും അഅമ്മായി ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം സ്വാലിഹാത്തിൽ വാക്കും വരും, പ്രവൃത്തിയും വരും, മനസ്സിൻ്റെതും വരും, ശരീരത്തിൻ്റെതും വരും, എല്ലാം വരും. അതാണ് ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു. കലിമു ത്വയ്യിബുകൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നു, അമലു സ്വാലിഹാത്തുകളാണ് അതിനെ ഉയർത്തുന്നതെന്നാണ്. ഒരു നല്ല വാക്ക് ആകാശത്തേക്ക് ഉയരണമെങ്കിൽ അതിൻ്റെ കൂടെ പ്രവൃത്തി കൂടി വേണമെന്നാണ്. കാരണം നമുക്കറിയാം, ഏതൊരു വസ്തുവിനും ഉയരാൻ അതിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേണം. ഒരു വസ്തുവിന് മുകളിലേക്ക് ഉയർന്നു പോകണമെങ്കിൽ ആ ഉയരാൻ അതിനൊരു ഹെൽപ്പ് വേണം. ആ ഹെൽപ്പ് ഏതാണ്? അതാണ് അമലു സ്വാലിഹാത്തുകൾ. അമലു സ്വാലിഹാത്തില്ലാത്ത വെറും കൗല് അള്ളാഹുവിന് ഇഷ്ടമില്ല. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ. അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വേണം. അപ്പോൾ ദഅവത്ത് നല്ല വാക്കാണ്. അത് നല്ല വാക്കാവുന്നത് അമലിൻ്റെ കൂടെയാണ് എന്നർത്ഥം. അത് നല്ല വാക്കാവുന്നത് അമലിൻ്റെ കൂടെയാണ്. അപ്പോൾ എല്ലാ അമാലു സാലിഹാത്തുകളും ഈ അത്വയ്യിബാത്തിൽ വരും. അപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, അദ്കാറുകൾ, ദുആകൾ, ദഅവത്ത്, നല്ല നല്ല വാക്കുകൾ, മനസ്സിൻ്റെ ചിന്ത, തവക്കുൽ തുടങ്ങിയ എല്ലാമാണ് ഇവിടെ ത്വയ്യിബാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ത്വയ്യിബാത്തുകളും ഈ സ്വലവാത്തുകളും ഈ തഹിയ്യാത്തുകളും ആർക്കാണ്? ലില്ലാഹ്, അള്ളാഹുവിനാകുന്നു. അപ്പോൾ ഈ കലിമാത്തുകൾ പഠിച്ചു വെക്കുക. അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലവാത്തു വത്വയ്യിബാത്തു. ഇനി ഒരാൾ അത്തഹിയ്യാത്തു വസ്സലവാത്തു വത്വയ്യിബാത്തു ലില്ലാഹ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ആദ്യം പറഞ്ഞാലും കുഴപ്പമില്ല. ഇത് മൂന്നും പറഞ്ഞിട്ടില്ല, ഇത് മൂന്നും അള്ളാഹുവിനാണെന്ന് പിന്നീട് പറഞ്ഞാലും കുഴപ്പമില്ല, ആദ്യത്തിൽ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഈ മൂന്ന് കാര്യങ്ങൾ അതിൽ വേണം. കാരണം ഈ വിഷയത്തിൽ വന്ന എല്ലാ വ്യത്യസ്തമായ റിവായത്തിലും ഈ മൂന്ന് കാര്യങ്ങൾ വിട്ടുപോയിട്ടില്ല. തഹിയ്യാത്തുണ്ട്, സ്വലവാത്തുണ്ട്, ത്വയ്യിബാത്തുണ്ട്, ചിലതിലൊഴികെ. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയും. ഇത് മൂന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഓ നബിയെ നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ അസ്സലാം ഉണ്ടാകട്ടെ. ഇവിടെ യഥാർത്ഥത്തിൽ അസ്സലാം അള്ളാഹുവാണ്, അത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് അസ്സലാം. അതോടൊപ്പം അള്ളാഹു ആ ഇസ്മിലൂടെ സൃഷ്ടികൾക്ക് അവൻ നൽകുന്ന എല്ലാ സംരക്ഷണങ്ങൾക്കും എന്ത് പറയാം? അസ്സലാം. അതാണ് ഇവിടെ അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഓ നബിയെ നിങ്ങളുടെ മേൽ അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം, സലാമത്ത്, സമാധാനം. സിൽമ് എന്ന് പറഞ്ഞാൽ സമാധാനം, സിൽമ് എന്ന് പറഞ്ഞാൽ സംരക്ഷണം. അപ്പോൾ എല്ലാ ആഫത്തുകളിൽ നിന്നും, ഈ ലോകത്തും പരലോകത്തുമുള്ള എല്ലാ ആപത്തുകളിൽ നിന്നും, ആപത്തിൻ്റെ അറബി വേർഡ് ആഫത്ത്, അതിൽ നിന്ന് വന്നാണ് മലയാളത്തിൽ ആപത്ത്. എല്ലാ ആഫാത്തുകളിൽ നിന്നും നബിയെ നിങ്ങൾക്ക് സംരക്ഷണവും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ സഹാബികൾ പറഞ്ഞുകൊണ്ടിരുന്നത് അസ്സലാമു അലല്ലാഹ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനെ പറയരുത്. കാരണം ഇന്നല്ലാഹ ഹുവസ്സലാം, അള്ളാഹുവാണ് സലാം. അപ്പോൾ പിന്നെ അസ്സലാമു അലല്ലാഹ് എന്ന് പറയാൻ പാടില്ല, അസ്സലാമു മിനല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പകരം പറഞ്ഞു കൊടുത്ത എന്താണ്? അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഓ നബിയെ. ഓ നബിയെ മുന്നിലിരിക്കുന്ന ആളെ വിളിക്കുന്ന, അല്ലെങ്കിൽ മുന്നിൽ കാണുന്ന ആളുകളെ വിളിക്കുന്ന ഒരു സീഗയാണ്, രൂപമാണത്. അയ്യുഹൻ നബി, ഓ നബിയെ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണവും സമാധാനവും ഉണ്ടാകട്ടെ. വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രത്യേകമുണ്ടാകട്ടെ. വബറകാതുഹു, അവൻ്റെ ബറക്കാത്തുകളും ഉണ്ടാകട്ടെ, അനുഗ്രഹങ്ങളുണ്ടാകട്ടെ. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് സമാനമായ വാക്കുകളല്ലേ, എന്തിനാണ് അസ്സലാം തന്നെ പറഞ്ഞാൽ പോരെ? വറഹ്മത്തുള്ളാഹി വബറകാതു, അർത്ഥവ്യത്യാസമുണ്ടോ? ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, അർത്ഥവ്യത്യാസമുണ്ട്. എന്താണത്? അസ്സലാം എന്ന് പറഞ്ഞാൽ എല്ലാ ആപത്തിൽ നിന്നുമുള്ള സംരക്ഷണമാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കപ്പെട്ടതിന് ശേഷം എല്ലാ നിഅമത്തുകളും ലഭിക്കലാണ് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹങ്ങളിലെ വർധനവും അതിൻ്റെ നിലനിൽപ്പുമാണ്. എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോവാതിരിക്കണം. ഇപ്പോൾ ഒരാൾക്ക് ഒരുപാട് നിഅമത്ത് കിട്ടിയാൽ അതെന്താണ്? റഹ്മത്താണ്. പക്ഷേ നാളെ അത് പോയാൽ ബറക്കത്തില്ല. അപ്പോൾ എന്നെന്നും നിലനിൽക്കുമ്പോഴാണ് അതിൽ ബറക്കത്ത് ഉണ്ടാകുന്നത്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ മുദാവമത്തുൻ നിഅമ,
നിഅമത്തിൻ്റെ സ്ഥായിയായ നിലനിൽപ്പാണ് ബറക്കത്ത്. അതോടൊപ്പം അതിൽ സിയാദത്തും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, നിങ്ങൾ നന്ദി കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും, നിഅമത്തിന് നന്ദി കാണിച്ചാൽ നിഅമത്തിൽ വർധനവുണ്ടാകും. അതിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത്, വർധനവാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനം ഉണ്ടാകണം. സമാധാനവും സംരക്ഷണത്തിന് പുറമെ പിന്നെ റഹ്മത്തുകൾ ലഭിക്കണം. പിന്നെ ആ റഹ്മത്തുകൾ നിലനിൽക്കുകയും അതിൽ വർധനവുണ്ടാവുകയും വേണം. അതാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതാണ് തഹിയ്യത്ത് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ തഹിയ്യത്താണിത്. ഇവിടെ നിങ്ങൾ നോക്കൂ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞങ്ങൾ ആദ്യം അള്ളാഹുവിനെ പറയും. അപ്പോൾ അവരുടെ മനസ്സിൽ അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ജിബ്രീൽ, മീകായിൽ, പിന്നെയാണ് വന്നത്. പക്ഷേ ഈ ദുആയിൽ റസൂൽ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അള്ളാഹുവിനെ കട്ട് ചെയ്തു. കാരണം അള്ളാഹുവിൻ്റെ മേൽ സലാം എന്ന് പറയാൻ പാടില്ല. പിന്നെ തുടങ്ങിയത് ആരെയാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം സൃഷ്ടികളിൽ ശ്രേഷ്ഠൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയുള്ള ദുആ കഴിഞ്ഞിട്ടേ മറ്റുള്ളവർക്കുള്ള ദുആ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഹംദും സ്വലാത്തും ഇല്ലാത്ത ദുആ ആകാശലോകത്തേക്ക് തടയപ്പെടും, കയറൂല എന്നാണ്. ഹംദും സ്വലാത്തും ചൊല്ലിയാലേ ആ ദുആ അള്ളാഹുവിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഹംദും സ്വലാത്തും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ നബി കൊണ്ട് തുടങ്ങുകയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് കഴിഞ്ഞിട്ട് പിന്നെ അസ്സലാമു അലൈന. പിന്നെ നമ്മൾ നമ്മെ തന്നെ മുന്തിപ്പിക്കണം. നമ്മുടെ നഫ്സിനേക്കാൾ നമുക്ക് ഇഷ്ടമാണ് റസൂലുള്ളാഹിയോട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും പരിഗണിക്കാനുള്ളത് നമ്മൾ തന്നെയാണ്. നഫ്സി നഫ്സി. കാരണം യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനീ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീ. ഉമ്മയും വാപ്പയും ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഓടിയകലും, നമ്മൾ മാത്രം. അമ്പിയാക്കൾ പോലും ശഫാഅത്തിനെ നിഷേധിക്കുമ്പോൾ അത് ഏറ്റെടുക്കുന്നത് ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് എല്ലാവരേക്കാളും പ്രിയപ്പെട്ടത് അള്ളാഹുവിൻ്റെ റസൂലാണ്. റസൂൽ നമുക്ക് വേണ്ടി മഹ്ശറിൽ ശുപാർശ പറയും. വർഷങ്ങളോളം സുജൂദിൽ കിടക്കും. ഫോർ ഇയേഴ്സ്, വർഷങ്ങളോളം നബി സുജൂദിൽ കിടക്കുന്നതാണ്. എന്നിട്ടാണ് ഷഫാഅത്തിന് അനുമതി കിട്ടുന്നത്. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ റസൂലിനെ എല്ലായിടത്തും മുന്തിച്ചേ മതിയാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇസ്മിലേക്ക് പല സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ചേർത്ത് പറഞ്ഞത് അള്ളാഹു റസൂലുള്ളാഹിക്ക് നൽകിയ ആദരവാണ്, ബഹുമാനമാണ്. അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. പിന്നെ നമ്മൾ നമുക്ക് മുൻഗണന കൊടുക്കണം. അസ്സലാമു അലൈന, ഞങ്ങൾക്കെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ആ പള്ളിയിൽ നമ്മുടെ കൂടെ നമസ്കരിക്കുന്ന ആളുകൾ അതിൽപ്പെട്ടു, നമ്മുടെ കൂട്ടത്തിലുള്ള മുസ്ലിമീങ്ങൾ പെട്ടു. അറ്റ് ദി പ്രസൻറ്റിൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും അതിൽപ്പെട്ടു. അതാണ് അസ്സലാമു അലൈന. അത് ഒരാൾ ദുആ ചെയ്യുമ്പോഴും നാം ഒരൊറ്റ ശരീരമാണ് എന്ന ചിന്ത നമുക്കുണ്ട്. കജസദിൻ വാഹിൻ, എല്ലാ മുസ്ലിങ്ങളും ഒറ്റ ശരീരമാണ്. അപ്പോൾ അസ്സലാമു അലൈന എന്ന് നമ്മൾ ഒറ്റക്കാണെങ്കിലും എല്ലാവർക്കും വേണ്ടി പറയാം. കാരണം നാം എന്ന വ്യക്തി നമ്മളെല്ലാവരും കൂടിയ ഒന്നാണ്. പിന്നെയാണ് പറയേണ്ടത് വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ അള്ളാഹുവിൻ്റെ എല്ലാ അടിമകളുടെ മേലും. അബ്ദ് ജംഇ ഇബാദ്, ഇബാദില്ലാ അസ്സാലിഹീൻ, സ്വാലിഹീങ്ങളായ എല്ലാ അടിമകളുടെ മേലും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ശുപാർശകളിൽ ഒന്നാണിത്. ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ദുആ ചെയ്യുമ്പോൾ, നാം ദുആ ചെയ്യുമ്പോൾ അതേപോലെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, എനിക്ക് എണ്ണം അറിയില്ല എത്ര കോടി മുസ്ലിമീങ്ങളാണ് ലോകത്തുള്ളത്. അത്രയും കോടി മുസ്ലിമീങ്ങൾ എല്ലാ ദിവസവും 5 വക്ത്, 2-ൽ കൂടുതൽ റക്അത്തുള്ളതാണെങ്കിൽ 2 തവണ അല്ലെങ്കിൽ 1 തവണ, പിന്നെ സുന്നത്ത് നമസ്കാരം, തഹജ്ജുദ്, തറാവീഹ്, ഖിയാമുൽ ലൈൽ, എത്ര നമസ്കാരങ്ങൾ. ഇതിലൊക്കെ തഹിയ്യാത്ത് വരുന്നുണ്ട്, അതിലൊക്കെ ഈ ദുആ വരുന്നുണ്ട്. ആ ദുആയിൽ ഞാൻ നിങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ആ ശഫാഅത്ത് കിട്ടാൻ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കണ്ടീഷൻ അങ്ങ് പറഞ്ഞു. എന്താണ്? വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായിരിക്കണം. സ്വാലിഹീങ്ങളല്ലെങ്കിൽ ഈ ദുആ കിട്ടൂല. ഇതൊരു വലിയ ഭാഗ്യമാണ്. കോടാനുകോടി ആളുകളുടെ ഒരു ശുപാർശ കിട്ടുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു പോകും ഇൻഷാ അല്ലാഹ്. പക്ഷേ ഈ സ്വലാഹിയ്യത്ത് നമ്മുടെ മനസ്സിലും കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലും വാക്കുകളിലും ഉണ്ടായിരിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കി ഭാഗം വരുന്നുണ്ട്. എന്നാൽ പോലും ഇത്രയും പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനും മറ്റു സ്വഹാബികൾക്കും പറഞ്ഞു കൊടുക്കുകയാണ്, ഫഇന്നഹു ഇദാ ഖാല ദാലിക്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ അസാബ കുല്ല അബ്ദിൻ സ്വാലിഹിൻ ഫിസ് സമാഇ വൽ അർദ്,
ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ സ്വാലിഹീങ്ങൾക്കും ഇത് മതി. നേരെ മറിച്ച് നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതിന് മുമ്പ് അവർ ചൊല്ലിയപ്പോൾ ജിബ്രീൽ, മീകായിൽ, ഫുലാൻ 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 ഒരുപാട് ദൈർഘ്യം ഉണ്ടാകും. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിന് ജവാമിഉൽ കലിമ നൽകപ്പെട്ട പ്രവാചകന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ജവാമിഉൽ കലിമ നൽകിയിട്ടുണ്ട്. കുറച്ച് വാക്കുകളെ ഉണ്ടാവും, എല്ലാം അതിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. അതാണ് ആ പ്രവാചകന് നൽകപ്പെട്ട പ്രത്യേക മുഅ്ജിസത്താണത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇങ്ങനെ പറഞ്ഞാൽ തന്നെ ഇബാദില്ലാഹി സ്വാലിഹി എന്ന് പറഞ്ഞാൽ അത് ആമായൊരു വാക്കാണ്. അപ്പോൾ ആകാശത്തിലുള്ള എല്ലാവരും പെട്ടു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കം മുഴുവൻ മലക്കുകൾ അതിൽപ്പെട്ടു. പിന്നെ ഭൂമിയിലുള്ള ജിന്നുകളെല്ലാം ഇതിൽപ്പെടും. മുസ്ലിമീങ്ങളായ സ്വാലിഹീങ്ങളായ ജിന്നുകളൊക്കെ അതിൽപ്പെടും. ജിന്നുകൾ പറഞ്ഞിട്ടില്ലേ, വ അന്നാ മിന്ന സാലിഹൂൻ വ മിന്നാ ദൂന ദാലിക കുന്നാ തറായിഖ ഖിദദ. ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പോൾ ജിന്നുകളുടെ കൂട്ടത്തിലും സ്വാലിഹീങ്ങളുണ്ട്, മലക്കുകളെല്ലാം സ്വാലിഹീങ്ങളാണ്, മനുഷ്യരുടെ കൂട്ടത്തിലും സ്വാലിഹീങ്ങളുണ്ട്. അവർക്കൊക്കെ ഈ ദുആ ലഭിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, എന്നിട്ട് നിങ്ങളിങ്ങനെ പറയണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹു അല്ലാതെ വേറെ ആരാധ്യനില്ലെന്ന്, വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. ഈ ഷഹാദ് ഉള്ളത് കൊണ്ടാണ് തശഹൂദ് എന്ന പേര് ലഭിച്ചത്. തശഹൂദിൻ്റെ ഇരുത്തെന്ന് പേര് ലഭിക്കാൻ കാരണം ഈ ഷഹാദത്ത് കലിമ നമ്മൾ അതിൽ പറയുന്നുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അത്തഹിയാത്ത് എന്ന് പറയുന്ന ആ ദുആ അത് പൂർത്തീകരിക്കപ്പെടുന്നതാണ്.